റാഗിങ് സ്കൂളും കോളേജും ഒക്കെ ആകുമ്പോൾ ഈ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യലും കാര്യങ്ങളൊക്കെ പതിവാണ്. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് കുറേയൊക്കെ നമ്മൾ ഫണ്ണായിട്ട് എടുക്കും. ചെറിയ ചെറിയ ഫണ്ണായിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും ചെയ്യിക്കുന്നത് തന്നെ, റാഗിങ്ങിൽ ഉൾപ്പെടുത്തുന്നത് തന്നെ. പക്ഷേ ഇപ്പം ഭയങ്കര ക്രൂരമായിട്ടുള്ള റാഗിങ്ങൊക്കെയാണ് കേൾക്കുന്നത്. ഒരു കുട്ടി നിരന്തരമായിട്ടുള്ള റാഗിങ്ങിൻ്റെ ഫലമായിട്ട് സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തു. അതിൻ്റെ പുറകെ ഒരുപാട് റാഗിങ് കേസുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പം ആത്മഹത്യ ചെയ്ത ആ കുട്ടി മെഹർ എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ കാര്യം തന്നെ, അവരുടെ കുടുംബത്തിന് പടച്ചോൻ ക്ഷമ കൊടുക്കട്ടെ. അതിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ സീനിയേഴ്സ് ടോയ്ലറ്റ് നക്കിച്ചു, ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ ആ കുട്ടിയുടെ തല പൂഴ്ത്തി, അങ്ങനത്തെ ഒക്കെ ഒരു വൃത്തികെട്ട തലത്തിലോട്ടുള്ള റാഗിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേൾക്കണം. ആ കുട്ടിക്കാണെങ്കിൽ ആകെ 15 വയസ്സായിട്ടുള്ളൂ. എന്തോരം മെൻ്റൽ ടോർച്ചറിങ് ചെയ്തിട്ടായിരിക്കുമല്ലോ അത് സൂയിസൈഡ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുത്തത്. എന്തോരം അത് ടോർച്ചറിങ് അനുഭവിച്ചിട്ടുണ്ടാകും ഇവരുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് തന്നെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. നഴ്സിംഗ് കോളേജിൽ സീനിയേഴ്സ് ജൂനിയേഴ്സിന് റാഗിങ് എന്നുള്ളൊരു റാഗിങ്ങിൻ്റെ ഉള്ളൊരു പേരിൽ സ്വകാര്യ ഭാഗങ്ങളൊക്കെ കോമ്പസ് വെച്ച് കുത്തുക, ശരീരം വരഞ്ഞ് കീറുക, അങ്ങനത്തെ തോന്നിവാസങ്ങളൊക്കെയാണ് റാഗിങ്ങിൻ്റെ പേരിൽ കാണിക്കണം. പച്ചക്ക് പറഞ്ഞാൽ ശരിക്കും തോന്നിവാസം തന്നെയാണ് കാണിക്കുന്നത് അവർ. സ്കൂളായിക്കോട്ടെ കോളേജായിക്കോട്ടെ, മാതാപിതാക്കൾ പിള്ളേരെ പഠിക്കാനാണ് വിടുന്നത്, അല്ലാണ്ട് ഇമാതിരി തോന്നിവാസങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. മറ്റുള്ള മാനേജ്മെൻറ്റ് ശക്തമായിട്ടൊരു തീരുമാനം എടുക്കുകയാണ്. ഈ ക്യാമ്പസിൽ റാഗിങ് അനുവദിക്കില്ല എന്നൊരു ശക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കുറക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ റാഗിങ് അനുവദിക്കാത്ത എത്രയോ കോളേജുകളുണ്ട്. അവർ എന്തെങ്കിലും ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതിന് തക്കതായ നടപടികൾ എടുക്കുന്നത് കൊണ്ടാണ് അവിടെ ഒന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. അതുപോലെ നല്ലൊരു തീരുമാനം എടുക്കണം. ഇനി ഇതുപോലെ മോശമായിട്ടുള്ളൊരവസ്ഥ ഒരു കുട്ടിക്കും വരാതിരിക്കട്ടെ. ഇങ്ങനത്തെ ഒരു മെൻ്റൽ ടോർച്ചർ ആരും അനുഭവിക്കാതിരിക്കട്ടെ.